ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചീരേൻ്റെ ഉപ്പേരിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചീര എടുക്കണം. എന്നിട്ടത് വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാം. എന്നിട്ടത് മെല്ലെ മെല്ലെ മുറിക്കണം. ഇലകൾ മാത്രമായിട്ട് എടുത്തിട്ട് മുറിക്കുക. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് മുറിക്കണം. നമുക്കിതെല്ലാം തന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. നമുക്കത് ഫുള്ള് നല്ല വൃത്തിയാക്കിയിട്ട് മുറിക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഇതിലോട്ട് നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. വെളുത്തുള്ളിയും പച്ചമുളക് എടുക്കട്ടെ. ഓക്കെ, നമ്മളപ്പം തേങ്ങ ഒന്ന് ചിരകിയെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളകാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 3-5 ഭാഗത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചീര കഴുകി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഇനി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഇത്തിരി ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളതൊന്ന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് പൊട്ടട്ടെ. കടുകൊന്ന് ഫുള്ളായിട്ടും പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫുള്ളായിട്ട് പൊട്ടി വരുമ്പം നമുക്കതിലോട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ച മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീര, ഈ കടുകൊക്കെ പൊട്ടുന്നേ ഉള്ളൂ. ഇനി നമ്മളിതിലോട്ട് ചീര നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇളക്കി കൊണ്ടേ നിൽക്കാം. അടി പിടിക്കാതെ നോക്കണം. ഏകദേശം ആവാറായിട്ടുണ്ട്. ഏകദേശം ഒന്ന് ആവാറായിട്ടുണ്ട്. ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ? നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ വേറെ കറിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ചീരപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കണ്ടു നോക്കൂ. അടിപൊളിയാണ്, സൂപ്പർ അല്ലേ?
നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് തിന്ന് നോക്കാം. അപ്പോൾ ഗായ്സ് എന്താണ് ടേസ്റ്റ്? സൂപ്പറാണ്. Wow, beautiful.